ഇവിടെ കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ഓരോരുത്തർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ഈ സമയം ക്രിസ്തുവിൽ നാം സന്തോഷിക്കുന്ന സമയം, ക്രിസ്തുവിൽ നാം ആനന്ദിക്കേണ്ട സമയം. ഈ സമയം ഒരു വചനം കേൾക്കുക മാത്രമല്ല, അതിന്റെ ഉടമസ്ഥൻ ഈ വചനത്തിലൂടെ നിങ്ങളെ ഓരോരുത്തരെയും തൊട്ട് അനുഗ്രഹിച്ച് അയക്കുവാനായിട്ടാണ്. അയക്കുക മാത്രമല്ല, കർത്താവ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ഈ കർത്താവ് നമ്മോട് കൂടെ ഇവിടെയുമുണ്ട്. നിങ്ങൾ ഭവനങ്ങളിൽ പോകുമ്പോൾ നിങ്ങളോട് കൂടെ വരും. ചുരുക്കമായിട്ട് വചനം ധ്യാനിക്കുവാനായിട്ട് ഒടുങ്ങാം. ഇന്നലെ നാം ധ്യാനിച്ചതായിരുന്നു വിശ്വാസത്തെ കുറിച്ച് ധ്യാനിച്ചു. ഈ 3 ദിവസം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നല്ലോ, 3 ദിവസം നാം ധ്യാനിക്കാൻ പോകുന്നത്. 1-ാം ദിവസം വിശ്വാസത്തെ കുറിച്ചും, ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത് പ്രത്യാശയെ കുറിച്ചും. അനാദരമാക്കി എടുത്ത വചനം ഒന്നും ഞാൻ വായിക്കട്ടെ. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ 3 നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഇതാണ് നമ്മുടെ ഈ കൺവെൻഷൻ യോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കർത്താവിനെ സമീപിക്കുന്നപ്പോഴത്തേക്കും, കർത്താവെ ഈ ജനത്തിന് വേണ്ടി എന്തു പറയണം? വിശ്വാസത്തെ കുറിച്ച് ആദ്യം പറയണം എന്നൊരു ആവശ്യം മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ആലോചിച്ചു, അടുത്തെന്ത്? അപ്പോഴാണ് ഈ വചനം എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത്. 3 കാര്യവും നീ വളരെ വ്യക്തമായിട്ട് എൻ്റെ ജനത്തോട് സംസാരിക്കണം. അത് നിന്റെ ജീവിത അനുഭവത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് എന്നെ നിങ്ങളുടെ മധ്യത്തിൽ അയച്ചിരിക്കുന്നത്. എനിക്ക് ദൈവം ഈ ലോകത്തിൽ സ്ഥാനവും മാനവും ഒക്കെ നൽകി. ഞാനോട് പറയുന്നറിയാലോ, ദൈവം നൽകി. ഞാൻ നേടിയെടുത്തതല്ല, എന്റെ ശക്തി കൊണ്ട് നേടി ഞാൻ എടുത്തതല്ല. ഇന്ന് രാവിലെ ഞാൻ ധ്യാനിച്ചത്, ഇന്ന് ഉപവാസ ആരാധനയിൽ എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഞാൻ ദൈവത്തെ മാനിക്കുവാനായിട്ട് സമയം കണ്ടെത്തി. എന്നെ ദൈവം മാനിച്ചു. അതേ മാനം എന്നെ മാനിച്ചത് ഉപരിയായിട്ട് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും മാനിക്കുവാനായിട്ട് ആഗ്രഹിക്കും. അപ്പോൾ ഇന്ന് നാം ധ്യാനിക്കാൻ പോകുന്നത് പ്രത്യാശയെ കുറിച്ചാണല്ലോ. അപ്പൊ അതിനാധാരമായി നാം വായിച്ചു കേട്ട തിരുവചന ഭാഗത്ത് നിന്നും 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. ഇവിടെ എന്താ വചനം പറയുന്നത്? ക്രിസ്തുവിനെ ഈ ലോകത്തിൽ മാത്രം നാം പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ, ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നുവെങ്കിൽ നാം അരിഷ്ടന്മാരെന്നാണ് പറയുന്നത്. ഇവിടെ ആരാ ഇത് പറയുന്നത്? ആരെ കൊണ്ടാണ് ദൈവം പറയിപ്പിക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ്. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിത അനുഭവം നോക്കുമ്പോഴത്തേക്കും, ഒരു കാലത്ത് ദൈവജനത്തിന് വിരോധമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യൻ, അവനെ കർത്താവ് തൊട്ടു. ദൈവജനത്തിന് വിരോധമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യനെ കർത്താവ് തൊട്ടു. അവനെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാനായിട്ട് വിളിച്ച് വേർതിരിച്ചു. പിന്നെ ആ പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവങ്ങൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് എത്രയോ പ്രാവശ്യം അടികൊണ്ടു, എത്രയോ പ്രാവശ്യം പലപ്പോഴും പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു.
ഇപ്പോൾ മരിച്ചു പോയി പോകും എന്ന അവസ്ഥകളുണ്ടായി. അവിടെ എല്ലാം ഈ ക്രിസ്തുവിൽ ആശ്രയം വെച്ച് അതിശക്തിയോടെ പിന്നെയും നിന്നുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിച്ചു. കർത്താവിന്റെ നാമത്തെ അവിടെ എല്ലാവർക്കും വിളിച്ചറിയിച്ചു. അപ്പോൾ ആ അനുഭവത്തിൽ ഇരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് നമുക്ക് ചിന്തിച്ചു നോക്കാം. പൗലോസിന് എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ? എത്രയോ വലിയൊരു സ്ഥാനത്ത് ഇരുന്ന ഒരു വ്യക്തിയായിരുന്നു പൗലോസ്. ഇന്ന് ആ പൗലോസ് കർത്താവിന് വേണ്ടിയിട്ട് അടികൊള്ളുന്നു. പലരും പൗലോസിനെ കുറിച്ച് പലതും പറയുന്നു. കൊല്ലുവാനായിട്ടും കല്ലെറിയുവാനായിട്ടും വരെ മനുഷ്യർ ശ്രമിക്കുന്നു. എന്നിട്ട് പൗലോസ് അവിടെ ഭാരപ്പെടുന്നില്ല. കാരണം പൗലോസിന്റെ പ്രത്യാശ, പൗലോസ് ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ, ക്രിസ്തുവിനെ കണ്ടപ്പോൾ നേടിയെടുത്തത് ക്രിസ്തുവിനുള്ള വിശ്വാസം മാത്രമല്ല, ആ പ്രത്യാശ എന്ന് പറഞ്ഞാല് വിശ്വാസത്തിൽ നാം പൗലോസിനറിയാം, ഞാൻ ഏത് പ്രതികൂലത്തിൽ വന്നാലും എന്നെ അയച്ചവൻ വിശ്വസ്തൻ, അത് പൂർത്തീകരിക്കാതെ ഒരു മനുഷ്യനും എന്റെ ദേഹത്തിൽ കൈവയ്ക്കാൻ ദൈവം അനുവദിക്കില്ല എന്നൊരു പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതിലുപരി എനിക്ക് എന്ത് സംഭവിച്ചാൽ ഞാൻ ആരുടെ അടുത്ത് പോകും? കർത്താവിന്റെ അടുത്ത് പോകും. ആ പ്രത്യാശ നേടിയെടുത്ത പൗലോസാണ് പറയുന്നത്, നാം ആ പ്രത്യാശ നാം നേടിയെടുക്കണം. ആ പ്രത്യാശ നേടിയെടുക്കുന്നില്ല എങ്കിൽ നാം എങ്ങനെയുള്ളവരായി പോകും? ഈ ലോകത്തിൽ നമുക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രം കർത്താവിന്റെ മുഖം നോക്കുന്ന ഒരു വ്യക്തിയായി പോകും. അത് മാത്രം നമുക്ക് മതിയോ? ഒരിക്കലും പാടില്ല. അതവിടെ നിൽക്കുന്നതല്ല. നമ്മുടെ ഈ ലോകത്തിൽ പാലിക്കുവാനായിട്ട് കർത്താവ് ഒരുക്കമാണ്. പക്ഷെ കർത്താവ് ഈ ലോകത്തിൽ കടന്നു വന്നത് നമ്മെ മാനിക്കുവാനായിട്ടും സ്നേഹിക്കുവാനായിട്ടും, അതിലുപരി താൻ ഇരിക്കുന്നിടത്ത് നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുവാനായിട്ടും അതിന്റെ മാർഗം ഒരുക്കുവാനും കിടന്നു. അപ്പോൾ ആ പ്രത്യാശ നാം ഉറപ്പായിട്ടും വ്യക്തമായി അറിഞ്ഞ് ജീവിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് പ്രത്യാശ നമുക്കുണ്ടോ? അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ ലോകത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലോകത്തിൽ എല്ലാ പേരും സ്വർഗ്ഗത്തിലെ സിംഹാസനവും ഭൂമിയിലെ പാദപീഠത്തിരിക്കുന്നവരാണ്. ദൈവം മുകളിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ കെട്ടിപ്പടുത്ത വലിയ 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 വീടുകളോ പ്രശസ്തിയോ ഒന്നും അല്ല ദൈവം നോക്കുന്നത്. പ്രത്യാശയുള്ള നല്ല മക്കളെയാണ് നോക്കുന്നത്. എന്തിനു വേണ്ടി പ്രത്യാശയുള്ള മക്കളെ നോക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടിയുള്ളതെല്ലാം ഒരുക്കി അവിടെ വച്ചിരിക്കുകയാണ്. Solo